വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ചുമ വന്നിട്ട് തൊണ്ടയൊക്കെ അടഞ്ഞ് ശബ്ദമൊന്നും ഇല്ലാണ്ടായിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരു രണ്ടാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു അടി പൊട്ടാനായിട്ടുള്ള എല്ലാ വകുപ്പും കാണുന്നുണ്ട്. വേറെ ആരും തമ്മിലല്ല, ജാസ്മിനും നമ്മുടെ ലാലേട്ടനും തമ്മിൽ. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു പോഡിയത്തിൽ 2 ഫ്ലാഗ് വെച്ചിട്ടുണ്ടാവും. ഒരു ഗ്രീൻ ഫ്ലാഗും ഒരു റെഡ് ഫ്ലാഗും. ഓരോ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗ്രീൻ ഫ്ലാഗും അതോടൊപ്പം തന്നെ വീടിന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു റെഡ് ഫ്ലാഗും കൊടുക്കാം. അങ്ങനെ മിക്കവരും കൊണ്ടുപോയി ഫ്ലാഗ്സും കാര്യങ്ങളും കൊടുക്കുന്നത് സുരേഷിന് തന്നെയാണ്. നമുക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. സുരേഷ് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിട്ട് പടിയിറങ്ങുന്നത്. അതല്ല നമ്മുടെ കാര്യം. അങ്ങനെ ജാസ്മിൻ ഫ്ലാഗ് എടുക്കുന്നുണ്ട്, സുരേഷിന് കൊണ്ടുപോയി ചുവപ്പ് കളർ ഫ്ലാഗ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജാസ്മിൻ ലാലേട്ടനോട് പറയുന്നൊരു കാര്യം, ഇത് ഞാൻ റോക്കിക്ക് കൊടുത്താനേന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പിന്നെ റോക്കിക്ക് കൊടുക്കാഞ്ഞത്? അപ്പോൾ ഇവിടെ സുരേഷ് ഏട്ടൻ ഉള്ളത് കൊണ്ടും ബാക്കിയുള്ളവർ സുരേഷ് ഏട്ടൻ അത് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കൊടുത്തതെന്ന്. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായം, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ആരാണ് ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് പച്ചയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചുവപ്പും കൊടുക്കാനാണ് പറഞ്ഞത്. അല്ലാതെ ബാക്കിയുള്ളവരെ നോക്കാനും അതോടൊപ്പം തന്നെ ഒരു ഗെയിം പോലെ ഇത് കളിക്കാനുമായിട്ടല്ല, ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ചോദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ജാസ്മിൻ വല്ലാത്ത രീതിയിൽ ലാലേട്ടനോടും മറ്റുള്ള കണ്ടസ്റ്റൻസിനോടും പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ആ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ചില ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടായി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയായാലും ലാലേട്ടനും ജാസ്മിനും തമ്മിലുള്ള നല്ലൊരു അടി കാണാനായിട്ട് എല്ലാ വകുപ്പും കാണുന്നുണ്ട്. ഇതേ ഒരു സിറ്റുവേഷൻ നമ്മുടെ ബിഗ് ബോസ് ഹിന്ദിയിലാണ് നടന്നിരുന്നതെങ്കിൽ, ഹിന്ദിയുടെ ഹോസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, സൽമാൻ ഖാനാണ് ഹിന്ദിയുടെ ഹോസ്റ്റ്. പുള്ളിക്കാരനാണെങ്കിൽ അപ്പം തന്നെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞാനെ, അല്ലെങ്കിൽ നല്ല മുട്ടം പണി ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ജാസ്മിന് കിട്ടിയാനെ. ഇതിപ്പോൾ ലാലേട്ടനായതുകൊണ്ട് വലിയ ഒരു തോതിൽ ഇത് ഒരു പ്രശ്നമാക്കി മാറ്റാനായിട്ട് ചാൻസ് ഇല്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും ലാലേട്ടനെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കയറി മാന്തും. അത് നമ്മുടെ പ്രീവിയസ് സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ അവസ്ഥകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലാലേട്ടനോട് ഏറ്റവും കൂടുതൽ ഫയറായ ഒരു വ്യക്തിയാണ് നമ്മുടെ സജന ഫിറോസ്. ലാലേട്ടൻ പറയുന്നതിൻ്റെ എതിര് കയറി പറയുക, അല്ലെങ്കിൽ ലാലേട്ടൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തു പറ്റി, അവരെ ഷോയുടെ പകുതിക്ക് വെച്ച് അങ്ങനെ ഇറക്കി വിട്ടു. ഒരു കാരണമില്ലാണ്ട് പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടു. അതിനുശേഷം സീസൺ 4 നവീൻ, സീരിയൽ ആക്ടറായിട്ടുള്ള നവീൻ നമ്മുടെ ലാലേട്ടൻ വരുന്ന സമയത്ത് കാലുമ കാലേറ്റ് വെച്ചിരിക്കുക, ലാലേട്ടൻ പറയുമ്പോൾ ഒരുമാതിരി പുച്ഛത്തോടു കൂടി സംസാരിക്കുക. പുള്ളിക്ക് എന്തു പറ്റി, പുള്ളിയേയും അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് എവിക്ഷനിൽ അങ്ങോട്ട് പുറത്താക്കി. പിന്നീട് ജാസ്മിൻ എന്താ സംഭവിച്ചത്, ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ലാൽ സാറിനെ കുറിച്ച് സംസാരിക്കും, എന്തെങ്കിലും തന്നെ ലാലേട്ടൻ പറയുന്നൊരു കാര്യങ്ങളും പുള്ളിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ പറയുന്നതിൻ്റെ മുകളിൽ കയറി പറയും. എന്ത് പറ്റി, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസിൽ സംഭവിക്കും. ലാലേട്ടനെ പോലെ ഒരാളെ കയറി മെക്കിട്ടേറാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരിക്കലും വെറുതെ വിടില്ല. ലാലേട്ടൻ വെറുതെ വിട്ടാലും ബിഗ് ബോസ് വെറുതെ വിടില്ല. അതൊന്ന് ആലോചിക്കുക. ജാസ്മിനുള്ള പണി എന്തായാലും കിട്ടും. ലാലേട്ടനെ കയറി മാന്തിയില്ലേ, ഇനിയുള്ള പണി എന്തായാലും പോണ വഴി കിട്ടിക്കോളും. അതിൻ്റെ അവസാനം ചിലപ്പോൾ ജാസ്മിന് ബിഗ് ബോസ് മലയാളം സീസൺ 6 വിട്ട് പടിയിറങ്ങേണ്ട രീതിയിൽ വരെ അത് വന്ന് നിൽക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്